ദുർമന്ത്രവാദം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആസാമിലാണ്. അവിടെ മയോങ് ഗ്രാമം, ആസാമിലെ തലസ്ഥാനം ഗോഹട്ടിയിൽ നിന്ന് 40 കിലോമീറ്റർ പോയാൽ മയോങ് ഗ്രാമത്തിലെത്താം. ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ് മയോങ് ഗ്രാമം. എല്ലാ വർഷവും അവിടെ വെള്ളം കയറും, അവിടെ വെള്ളം പൊങ്ങും, ആൾക്കാർ മാറി താമസിക്കും, വീണ്ടും അവിടെ വരും. ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് മയോങ് ഗ്രാമം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുർമന്ത്രവാദിനികളുള്ള സ്ഥലമാണ് അവിടെ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എല്ലാ സ്ഥലത്തും ഗോത്രവർഗ്ഗക്കാരുള്ള പല പല ഗോത്രവർഗ്ഗക്കാരുണ്ട് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ, വടക്ക് കിഴക്ക് ഇന്ത്യയുടെ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ അവരെ കാണുന്നത്. ജാർഖണ്ഡിലുമുണ്ട്, ആസാമിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആ ദുർമന്ത്രവാദത്തിന് സമാനമായ വലിയ തോതിൽ നടക്കുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റുകളിൽ പല സ്റ്റേറ്റുകളിലുമുണ്ട്. ദുർമന്ത്രവാദം ഇന്ത്യയിലെ പേരുകെട്ട സ്ഥലം മയോങ്ങാണ് ഏറ്റവും കൂടുതൽ. സീറോ എന്ന സ്ഥലത്താണ് ഡോക്ടർ നിധിനും ഭാര്യ സുഹൃത്ത് ആര്യ എന്നിവർ പോയി അവിടെ ആത്മഹത്യ ചെയ്ത്. അവർ രണ്ടുപേരെ കൊല്ലുകയും ഒരാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഡോക്ടർ നവീൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പം മുതൽ അയാൾ അന്ധവിശ്വാസത്തിൽ സഞ്ചരിച്ച വ്യക്തിയാണ്. ശാസ്ത്രബോധം ഒട്ടും തന്നെയില്ല. അവർ ആയുർവേദത്തിൽ ഡോക്ടറേറ്റ് എടുത്തെങ്കിലും അന്ധവിശ്വാസത്തിൽ ചെറുപ്പം മുതൽ സഞ്ചരിച്ച് അതിൽ മോചനം കിട്ടാത്ത ഒരു വ്യക്തിയായിരുന്നു. സീറോ അരുണാചൽ പ്രദേശിലെ സീറോ നഗരത്തിൽ അവിടെ വളരെ നല്ല അന്തരീക്ഷവും കാലാവസ്ഥയും ധാരാളം റിസോർട്ടുകളുള്ള സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാട്ടുപ്രദേശമല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും മ്യൂസിക് ബ്രാൻഡുകൾ അവിടെ വരും. വലിയ ഫെസ്റ്റിവൽ നടക്കുന്നതാണ് ഈ സീറോ എന്ന സ്ഥലത്ത്. ഇന്ത്യയിലെ ലോകത്തുനിന്ന് പല സ്ഥലത്തു നിന്നും ആൾക്കാർ അവിടെ വരുന്ന സ്ഥലമാണ്. അവിടെ മ്യൂസിക് ബ്രാൻഡുകൾ എല്ലാ വർഷവും ഉണ്ട്. അവിടെ താമസിക്കാൻ തന്നെ സൗകര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ റിസോർട്ടുകളുണ്ട്, അതുപോലെ ഫാം ഹൗസുകളുണ്ട്. ഇന്ത്യയിൽ ഇതുപോലെ ചിന്തിക്കുന്ന വളരെയധികം കുട്ടികൾ, ചെറുപ്പക്കാർ അങ്ങോട്ട് പോവുക പതിവാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഡോക്ടർ 3-4 പ്രാവശ്യം അവിടെ പോയിരുന്നു, അവിടെ സഞ്ചരിച്ചിരുന്നു, അവിടെ ആസ്വദിച്ചിരുന്നു, ആ കാലാവസ്ഥ ആസ്വദിച്ചിരുന്നു. അന്ധവിശ്വാസികളായ ധാരാളം പേര് അവിടെ വരുന്ന സ്ഥലങ്ങളാണ്. മയോങ്ങിൽ പോയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് വ്യക്തതയില്ല. ഏതായാലും നമുക്കറിയാം നന്തൻകോട്ടെ കേഡലിൻ്റെ പരകായ പ്രവേശനം, അദ്ദേഹം അസ്ട്രോൾ പ്രൊജക്ഷൻ എന്ന മന്ത്രവാദത്തിൽ വിശ്വസിച്ച് കയറി. പല രീതിയിലുള്ള മന്ത്രവാദങ്ങൾ ഇന്ത്യയിലുണ്ട്. പലരും പല രീതിയിലാണ് അത് അനുഷ്ഠിക്കുന്നത് എന്നാണ്. ഈ മയോങ് ഗ്രാമത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതൽ മന്ത്രവാദികളുള്ള സ്ഥലവും മന്ത്രവാദികളെ തല്ലിക്കൊല്ലുന്ന സ്ഥലവുമാണ്. അങ്ങനെയാണ് ആസാമിൽ ഒരു മന്ത്രവാദികൾക്ക് ഇങ്ങനെ ധാരാളം പേരെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ വന്നു. ചില ആരോപണം കൊണ്ടുവന്നിട്ട് അയാളെ മന്ത്രവാദി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലാനും തുടങ്ങി. അങ്ങനെ ആസാമിൽ വിച്ച് ഹണ്ടിങ് പ്രൊഹിബിഷൻ ആക്ട് ആസാമിൽ 2018 കൊണ്ടുവന്നു. വിച്ച് എന്നറിയാം, മന്ത്രവാദിനിയാണ്, മന്ത്രവാദക്കാരനല്ല. നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആധുനിക യുഗത്തിൽ വരെ വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദിനി തന്നെയാണ്. 1428 വലൈസിലാണ് വിച്ച് പിശാച് ബാധിച്ചവരെ തല്ലിക്കൊന്നതും അങ്ങനെയുള്ള ട്രയൽ നടന്നത്. വളരെ പ്രശസ്തമായ ഒരു ട്രയൽ, വളരെയധികം ട്രയലുകൾ അവിടെ നടക്കുകയുണ്ടായി. അത് സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗമായിരുന്നു അന്ന്. ഇന്ന് സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗമല്ല. റോമൻ കത്തോലിക്ക സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വിച്ച് ക്രാഫ്റ്റിനെതിരായി വളരെയധികം ശക്തമായ നടപടി എടുത്തിരുന്നു. വിച്ച് ക്രാഫ്റ്റ് ആഭിചാരക്രിയ പല രീതിയിൽ കുറച്ചുകൂടെ അത്യാധുനികമായ രീതിയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് വിച്ച് ക്രാഫ്റ്റ് ആയാലും ശരി, അതിൻ്റെ അന്ത്യം
ഒരു കൊലപാതകം തന്നെയാണ്. മനുഷ്യക്കുരുതിയാണ്, നരബലി നടത്തുന്ന പോലെയാണ്. മയോങ്ങിലെ അടുത്ത കാലത്ത് അവിടെ ഒരു കിണറ്റിലെ കീടങ്ങൾ ധാരാളം, ശുദ്ധജലം കുടിക്കാൻ പറ്റുന്നില്ല ഗ്രാമങ്ങൾക്ക്. അത് വിച്ചിൻ്റെ മന്ത്രവാദത്തിൻ്റെ ആൾക്കാരെ സമീപിച്ചു. അവർ പറഞ്ഞ് കീടങ്ങൾ പോകണമെങ്കിൽ 2 പ്രായമുള്ള സ്ത്രീകളെ അവരെ കുരുതി കഴിക്കണം. ഈ അടുത്ത കാലത്തും അവിടെ നടന്നു. 2 പേരെ ജീവനോടെ കുഴിച്ചിടുകയായിരുന്നു ചെയ്തത്. ആ കിണറ്റിലെ കീടങ്ങൾ പോകാൻ ആസാമിൽ 2 പേരെ അവർ 2 പ്രായമുള്ള കിളവിമാരെന്നാണ് അവർ പറയുന്നത്, അവരെ കുഴിച്ചിടുകയും. ആസാമിൽ മാത്രമല്ല, രാജസ്ഥാനിൽ സമാനമായ രീതിയിൽ വിച്ച് ഹണ്ടിങ് രാജസ്ഥാന് പ്രൊഹിബിഷൻ ലോ ഉണ്ടാക്കി. 2015 5 മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാം, 5 ലക്ഷം രൂപ വരെ പിഴയിടുന്നുണ്ട്. അങ്ങനെ ആസാമിലും ഈ പ്രൊഹിബിഷൻ ലോ ഉണ്ട്, വിച്ച് ഹണ്ടിങ് പ്രൊഹിബിഷൻ ലോ ഉണ്ട്. ആസാം, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഇങ്ങനെ അരുണാചൽ പ്രദേശ്, ഇവിടെ എല്ലാം ഇതുപോലെ നിയമങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞില്ല. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ മന്ത്രവും മന്ത്രവാദിനികളും ആൾക്കാരെ ബലികഴിക്കുന്നതും അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായ നിയമങ്ങൾ ഇതിനെതിരായിട്ട് പല സ്റ്റേറ്റുകളും ഇപ്പോൾ രൂപീകരിച്ചു കഴിഞ്ഞു, നിയമം പാസ്സായി. പക്ഷേ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടോ കെ.ടി. തോമസിൻ്റെ നേതൃത്വത്തിലും റിട്ടയർഡ് ജസ്റ്റിസ് കെ.ടി. തോമസിൻ്റെ നേതൃത്വത്തിലും റിട്ടയർഡ് DGP ഹേമേന്ദ്രൻ്റെ നേതൃത്വത്തിലും ഒരു ബില്ല് 2014 ഡ്രാഫ്റ്റ് ചെയ്ത് സർക്കാരിൽ സമർപ്പിച്ചു. കേരള അസംബ്ലിയിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്തു. 2-3 വട്ടം ചർച്ച ചെയ്തു. അതൊരു MLA, CPM MLA, അദ്ദേഹമാണ് അത് അവതരിപ്പിച്ചത്. പക്ഷേ വലിയ ചർച്ചകളുണ്ടായി. കേരളത്തിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് 3-4 വർഷം കൊണ്ട് ധാരാളം നരബലി നടന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടു. അത് ആ ബില്ല് പാസ്സാക്കി ഇല്ല ഇതുവരെ. പക്ഷെ എന്തുകൊണ്ടത് മാറ്റിക്കളഞ്ഞു എന്നറിയില്ല. കാരണം നരബലി നടത്തിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നരബലിക്ക് സമാനമായ ശിക്ഷ കൊടുക്കണം, അവരെ തൂക്കിക്കൊല്ലാനേ കഴിയുള്ളൂ. ഏതായാലും മന്ത്രവാദികളുടെ ചില രഹസ്യമായ സഭകൾ, വിച്ച് സാപത്ത് എന്നാണ് പറയുന്നത്, ഇന്ത്യയിലും വിദേശത്തുമൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഏതായാലും ഡെലൂഷൻ ഡിസോർഡർ എന്നാണ് ഇതിന് സാധാരണ പറയുന്ന പേര്. നമ്മുടെ ക്യാരക്ടർ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ചില അവിശുദ്ധമായ ചിന്തകളിലും ചില ഇൻകംപ്ലീറ്റ് ആയ ചിന്തകളിൽ കൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുക. ചെറുപ്പം മുതലേ എങ്ങും എത്താതെ പോകും. നമ്മുടെ പഠനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര പുരോഗതി എന്താണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. നമ്മൾ വേറൊരു ചില ലോകത്താണ് സഞ്ചരിക്കുന്നത്. അസ്ട്രൽ പ്രൊജക്ഷന് നമുക്കറിയാം, നന്തൻകോട് കേടൽ അസ്ട്രൽ പ്രൊജക്ഷനിലോട്ട് പോയി. നമുക്ക് പ്രശസ്തമായ 2-3 സിനിമകളുണ്ട് മലയാളത്തിൽ. അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ധാരാളം. ആ സിനിമയിലെ മന്ത്രവാദിനി അത് ശോഭന അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ പാട്ടുകളെല്ലാം ഇന്ന് നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമാണ്. ആ പാട്ട് അതൊരു പരകായ പ്രവേശനമാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. അത് നമ്മൾ നാഗവല്ലി എന്ന ആ കൊട്ടാരത്തിലെ പഴയകാലത്തെ ഒരു ഡാൻസ് കാരി അല്ലെങ്കിൽ നർത്തകി, അതിൽ ആകൃഷ്ടയായി പോകുന്നു നമ്മുടെ ശോഭ എന്ന നടി അല്ലെങ്കിൽ ശോഭന എന്ന നടി. ആ നടി പരകായ പ്രവേശനം വളരെ കൃത്യമായി അതിനകത്ത് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർക്കും അഭിനന്ദനം അറിയിക്കുന്നു. കാരണം മറ്റൊരാളുടെ രൂപവും മറ്റൊരാളുടെ ചിന്തയും മറ്റൊരാളെ പോലെ അയാളുടെ കഴിവുകളും നമ്മളിലേക്ക് പ്രവേശിച്ച് നമ്മൾ ആ ആളായി മാറുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരും. അയാൾ നോക്കുന്നത് പോലെ, അയാൾ ചിന്തിക്കുന്ന പോലെ, അയാൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെ, അയാൾ നടക്കുന്നത് പോലെ, അയാൾ സംസാരിക്കുന്ന പോലെയൊക്കെ നമ്മളും കാണിക്കും. ആസാമിലെ മയോങ്ങിൽ അതുപോലെ ചില ദുർമന്ത്രവാദിനികൾ അവരിതുപോലെ മന്ത്രം ചെയ്ത് കഴിഞ്ഞ് മൃഗങ്ങളുടെ ചേഷ്ടകൾ കാണിക്കുന്നവരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത കാലത്ത് കേട്ടത്. അപ്പം കൂടിവിട്ട് കൂടുമാറുന്ന പരകായ പ്രവേശനം മണിച്ചിത്രത്താഴത്ത് കൃത്യമായി കണ്ടിട്ടുണ്ട്. മലയാളികൾ ഇന്നും ആസ്വദിക്കുന്ന ഒരു സിനിമയാണത്. അപ്പം
സീറോയിലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമല്ല. ധാരാളം ആൾക്കാർ അവിടെ വന്നു ചേരുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലുള്ള ചിന്തകളുള്ളവരും ധാരാളം വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ ധാരാളം മന്ത്രവാദികളും ദുർമന്ത്രവാദിനികളും ഇന്നും അന്നും ജീവിച്ച് പഴയ കാലം പോലെ ഉണ്ട്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. രഹസ്യമായിട്ടാണെങ്കിലും ആ കർമ്മങ്ങൾ നടത്തി ഇന്ന് ദുർമന്ത്രവാദം ചെയ്യുന്നവരെ ധാരാളം പേരെ ഇന്ത്യയിൽ കാണാം. അത് തന്നെയല്ല, കേരളത്തിലും ഇത്ര വിദ്യാഭ്യാസമുള്ള നമ്മുടെ ഇവിടെ ഇപ്പോൾ നിർബാധം തുടരുന്നു എന്നാണ് അടുത്ത കാലത്തെ 3-4 വർഷത്തെ നമ്മുടെ ഇവിടുത്തെ നരബലി നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ കൊലപാതകവും നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും വൈരാഗ്യം കൊണ്ടുള്ളതല്ല. കട്ടപ്പനയിൽ ഇപ്പം നടന്നത് കണ്ടില്ലേ? 2014 സ്വന്തം കുഞ്ഞിനെ കൊന്ന അയാളുടെ കുഞ്ഞിൻ്റെ വല്യപ്പനെ അയാളെ കൊന്നു കുഴിച്ചു മൂടി. എന്നിട്ടും തൃപ്തി വരുന്നില്ല. ആടിനെ അറക്കുന്ന പോലെ അവിടെ കൊണ്ട നിർത്തിയിരിക്കുന്നു ആ വീട്ടിലെ അയാളുടെ അമ്മായിമ്മയെ, അവരുടെ ഒരു മകളെ. അതെല്ലാം കൊന്നുപോകും നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ചില വികല്പമുള്ള അല്ലെങ്കിൽ മാനസിക പക്വതയില്ലാതെ ഇതുപോലെ ചെറുപ്പം മുതൽ വളർന്നു വരുന്നവരുടെ കൂട്ടുകെട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കുന്ന ആൾക്കാരെ നിഷ്പ്രയാസം അവർക്ക് കൊല്ലാൻ പറ്റും. ഇവിടെ നമ്മുടെ ഡോക്ടർ നിതിൻ്റെ അദ്ദേഹം അരുണാചൽ പ്രദേശിൽ കൊണ്ടുപോയ 2 പേരും, ഭാര്യയും ഭാര്യയുടെ സുഹൃത്തും, അവർക്ക് മാനസിക കട്ടിയുള്ളവരായിരുന്നില്ല. അവർ പാവങ്ങളായിരുന്നു. അവരെ പെട്ടെന്ന് വശീകരിക്കാൻ അയാൾക്ക് സാധിച്ചു. അവരെ വശീകരിച്ച് അയാളുടെ ഇംഗിതത്തിന് വിധേയമാക്കി അവരുടെ ദേഹത്ത് ധാരാളം മുറിവുകളുണ്ടാക്കി രക്തം വാർന്ന് അതിൽ അയാൾക്ക് ഒരു രസം കയറി. അതിലയാൾക്ക് സായുജ്യം അടിയാം, അയാൾക്ക് അന്യഗ്രഹത്തിലേക്ക് പോകാം, മറ്റൊരു സ്ഥലത്ത് സുഖമായിട്ട് 3 പേർക്കും കഴിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടറേറ്റുള്ള, ആയുർവേദത്തിൽ ഡോക്ടറേറ്റുള്ള ഒരാളുടെ മാനസികാവസ്ഥ, ഒരു മാനസിക ധൈര്യം സീറോ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അയാൾ വേറെ ലോകത്തിലേക്ക് സഞ്ചരിച്ച് ഇവരെയും കൂടെ തൻ്റെ ഒപ്പം കൂട്ടി മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞ സംഭവമാണ് സീറോയിൽ നടന്നത്. എന്തായാലും അയാളുടെ കാറിനകത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ അയാൾ ഇട്ടിട്ട് പോയ കാറിനകത്ത് നിന്ന് ധാരാളം എവിഡൻസുകൾ പോലീസിന് കിട്ടി. മരിക്കുന്ന സമയത്ത് അവർ 2 പേരും കറുത്ത കല്ലുള്ള വളകൾ, മാലകൾ ധരിച്ചിരുന്നു. അവരുടെ കൈകളിൽ, 2 പേരുടെയും കൈകളിൽ വെയിൻ കട്ട് ചെയ്തിട്ടുണ്ട്. 2 പേരുടെയും കഴുത്തിൽ മുറിവുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ അയാളുടെ കയ്യിലെ മുറിവ് കൊണ്ട് തന്നെ രക്തം വാർന്ന അയാളും മരിച്ചു. എന്തായാലും ഇതുപോലെയുള്ള കുട്ടികൾ നമ്മുടെ വീടുകളിൽ പലരെയും വീടുകളുണ്ട്. ഒറ്റയ്ക്കൊരു മുറിയിലെ ഒരു ഇരുട്ടത്ത് യഥേഷ്ടം പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കണം, പ്രായമുള്ളവരെ ശ്രദ്ധിക്കണം. വർക്ക് ഫ്രം ഹോം നമ്മളിപ്പം ധാരാളം ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് അത് സൂക്ഷിക്കണം. കാരണം എല്ലാവർക്കും ഒന്നും അങ്ങനെ ആ വീട്ടിൽ ഇരുന്ന് 1, 2, 3 മണിക്കൂർ അത് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യണം. കാരണം അവർ എന്താണ് കാണുന്നതെന്ന് നോക്കണം. കാരണം പല കുട്ടികളും പ്രായമുള്ളവരും നല്ല പ്രായമുള്ളവരൊക്കെ ഇതുപോലെയുള്ള ചിന്തകളിൽ ആഴ്ന്ന് അവർ ഈ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഇരുന്ന് ഇതുപോലെയുള്ള അശാസ്ത്രീയമായ പല കാര്യങ്ങളെയും അവർ പഠിക്കുകയും അതോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന കാഴ്ച കേരളത്തിൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഈ അടുത്ത കാലത്ത് ഇതുപോലെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത്.